പ്രിയപ്പെട്ട സൗരങ്ങളെ, നമ്മുടെ ഗുഡ് നൈറ്റ് ടോക്കുകളുടെ ഭാഗമായിട്ട് എല്ലാ മാസവും നമ്മളൊരു സങ്കീർത്തനം പഠിക്കാറുണ്ട്. 6 മാസങ്ങളിൽ 6 സങ്കീർത്തനങ്ങൾ പഠിച്ചിരുന്നു. കാണാപ്പാഠം പഠിച്ചായിരുന്നോ അതോ എല്ലാം മറന്നുപോയോ? കഴിഞ്ഞ 6 സങ്കീർത്തനങ്ങൾ ഏതൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ? ആർക്കറിയാം എന്നൊന്നും നിങ്ങൾ പറഞ്ഞേക്കല്ല, കൃത്യമായിട്ട് ഓർത്തിരുന്നേക്കണം. ഓരോ മാസവും നമ്മൾ ഓരോ സങ്കീർത്തനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നിങ്ങളുമായിട്ട് സങ്കീർത്തനം 30ൻ്റെ 5, 6, 7 വാക്യങ്ങൾ 5, 6, 7 വാക്യങ്ങളൊക്കെ ഷെയർ ചെയ്തപ്പോൾ ശ്രദ്ധിച്ച ഒരു വചനഭാഗം ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. സങ്കീർത്തനം 29 നമുക്ക് ഈ ഒരു മാസം ജൂലൈ മാസത്തേക്ക് പഠിക്കാനുള്ള സങ്കീർത്തനം എടുക്കാം. വളരെ പവർഫുൾ ആയ ഒരു സങ്കീർത്തനമാണ്. നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയെ ഒന്നുകൂടെ ഒന്ന് ബലപ്പെടുത്തുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ്. കർത്താവിൻ്റെ ശക്തമായ സ്വരം, കർത്താവിൻ്റെ വാക്ക് നമ്മൾ കേൾക്കാറുണ്ടല്ലോ, കർത്താവിൻ്റെ വചനങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്, അത് അനുസരിക്കുന്നുണ്ട്. ആ വചനത്തിലൂടെ, വചനവായനയിലൂടെ, അത് പാലിക്കുന്നതിലൂടെയൊക്കെ ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മൾ കിട്ടിയിട്ടുണ്ട്. സങ്കീർത്തനം 29 ആ കർത്താവിൻ്റെ സ്വരത്തെക്കുറിച്ച്, അതിൻ്റെ ശക്തിയെക്കുറിച്ച്, ആ മൈറ്റി പവറിനെ കുറിച്ച് പറഞ്ഞു തരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു സങ്കീർത്തനമാണ്. ആകെ ഒരു 11 വാക്യങ്ങളേ ഉള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട ദാവീദിൻ്റെ സുന്ദരമായ സങ്കീർത്തനമാണ്. ആദ്യത്തെ 2 വാക്യങ്ങൾ ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് കർത്താവിൻ്റെ ഈ സ്വരം, ആ സ്വരം നമ്മുടെ ഇടയിൽ ചെയ്യുന്ന മഹത്തായ പ്രവൃത്തികൾ. പ്രകൃതിയോടൊക്കെ ചേർത്ത് നിർത്തിയാണ് പറയുന്നത്. കർത്താവിൻ്റെ സ്വരം ഇങ്ങനെ ഇടിമുഴക്കുന്നു, ദേവദാരുക്കളെ ചുഴറ്റിയെറിയുന്നു, പർവ്വതങ്ങളെ വിറകൊള്ളിക്കുന്നു, ശക്തികളെ ചിതറിച്ച് കളയുന്നു എന്നൊക്കെ പറഞ്ഞ് ദൈവവചനത്തിൻ്റെ, കർത്താവിൻ്റെ സ്വരത്തിൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞു തരികയാണ്. അവസാനത്തെ 2 വാക്യങ്ങൾ 10ഉം 11ഉം വാക്യങ്ങൾ ശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിനെക്കുറിച്ചുള്ള സുന്ദരമായ ഒരു വചനമാണ്. 11ാമത്തെ വാക്യം ബ്യൂട്ടിഫുൾ ആണ്. അത് നിങ്ങളൊന്ന് അടയാളപ്പെടുത്തി ഇടുകയും അത് സ്പെഷ്യലായിട്ടൊന്ന് പഠിക്കുകയും കൂടെ ചെയ്യണം. ഈ 11 വാക്യങ്ങൾ 29ാമത്തെ സങ്കീർത്തനം മുഴുവനായിട്ടൊന്ന് വായിക്കണം, പഠിക്കുക. ജനറലായിട്ട് പറഞ്ഞു തരേണ്ട ഒരു കാര്യം ഇതേ ഉള്ളൂ. നമ്മൾ കേൾക്കുന്ന വചനങ്ങളുടെ ശക്തി വചനം പറഞ്ഞു, ഈ വചന ഭാഗം തന്നെ പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ട സ്വരങ്ങളെ നോക്ക്, നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിവർന്നു നിൽക്കുന്ന പർവ്വതങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, നമ്മളെ ചുഴറ്റിയെറിയാൻ ശ്രമിക്കുന്ന തീജ്വാലകളുണ്ട്, നമ്മളെ പൊള്ളിക്കാൻ ശ്രമിക്കുന്ന തീജ്വാലകൾ, നമ്മളെ മുക്കിക്കളയാൻ ശ്രമിക്കുന്ന തിരമാലകൾ, നമുക്കെതിരെ വരുന്ന ശത്രുക്കൾ, പിശാച്, തിന്മ, പ്രലോഭനങ്ങൾ, നമ്മുടെ തന്നെ ഉള്ളിൽ നടക്കുന്ന യുദ്ധങ്ങൾ, നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ, ഇതിനെല്ലാം ചുഴറ്റിയെറിയാൻ പറ്റുന്ന ശക്തമായ ഒരു ആയുധമാണ് കർത്താവിൻ്റെ സ്വരം. എന്ന് വെച്ചാൽ എന്ത് പ്രശ്നങ്ങൾ, അത് പർവ്വതം പോലെ നിൽക്കുന്നതാവട്ടെ, തിരമാല പോലെ നമ്മളെ മുക്കിക്കളയുന്നതാവട്ടെ, തീജ്വാല പോലെ നമ്മളെ പൊള്ളിക്കുന്നതാവട്ടെ, കർത്താവിൻ്റെ സ്വരം കേൾക്കുന്ന ഒരാളുടെ മുമ്പിൽ ഇതെല്ലാം കടപുഴകി വീഴുമെന്ന് പറയും. ആ കർത്താവിൻ്റെ സ്വരം കേൾക്കുന്ന ഒരാളുടെ മുമ്പിൽ എന്ത് കൊടുങ്കാറ്റടിച്ചാലും അയാൾ കടപുഴകി വീഴില്ല, അയാൾ ഉറച്ചു നിൽക്കും. അയാൾക്കെതിരെ വരുന്ന ശത്രുക്കൾ നിലംപരിശാകുന്ന ഒരു ഉറപ്പ് തരികയാണ് കർത്താവിൻ്റെ സ്വരം. അത്രയും മഹത്വമുള്ളതാണ്, ശക്തമായതാണ്. നിങ്ങൾ ഓരോ ദിവസവും, ഞാനും നിങ്ങൾ വചനം കേൾക്കുന്നു, വായിക്കുന്നു, നമ്മളത് ഷെയർ ചെയ്യുന്നു. ഉള്ളിലോട്ട് ഇത് വിശ്വസിക്കണം. ദൈവസ്വരം കേട്ട് നിൽക്കുന്ന, കേട്ട് ജീവിതം ആരംഭിക്കുന്ന, വചനം കേട്ട് രാത്രിയിൽ ശുശ്രൂഷയെല്ലാം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇന്നത്തെ ജോലിയും പഠനമെല്ലാം അവസാനിപ്പിച്ച് കിടന്നുറങ്ങാൻ പോകുന്ന എന്നെ ചുഴറ്റിയെറിയാൻ ഒരു ശക്തിക്കും പറ്റില്ല. കാരണം ശക്തമായ കർത്താവിൻ്റെ സ്വരം കേട്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ബോധ്യം എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ നമ്മളെ നേരെ നിർത്തണം. സങ്കീർത്തനം 29ൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഇങ്ങനെയാ: സ്വർഗവാസികളെ കർത്താവിനെ സ്തുതിക്കുക, മഹത്വവും ശക്തിയും അവിടുത്തേതെന്ന് പ്രഘോഷിക്കുക, കർത്താവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തെ സ്തുതിക്കുക, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുക. ഒരു ഇൻവിറ്റേഷനാണ്. കർത്താവിൻ്റെ സ്വരം നമ്മൾ കേട്ടാൽ പോരാ, വചനം വായിച്ചാൽ പോരാ, അത് പ്രഘോഷിച്ചാൽ മാത്രം പോരാ. ആ ദൈവത്തെ മഹത്വപ്പെടുത്തണം, ആരാധിക്കണം. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്നറിയോ? നല്ല പരിശുദ്ധിയോടുകൂടി ബലിയർപ്പിച്ച് കർത്താവിനെ ആരാധിക്കണം. വചനം കേൾക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ ആഹ്വാനം അതാണ്. വചനം കേട്ടാൽ മാത്രം പോരാ, ബലിയർപ്പിക്കുന്നവരും കൂടെ ആയിത്തീരണമെന്ന്. അവിടെയാണ് കർത്താവിൻ്റെ സ്വരം, വചനം മാംസമായി നമ്മുടെ ഉള്ളിലോട്ട് അവിടുത്തെ ശരീര രക്തങ്ങളായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുക. എന്ന് വെച്ചാൽ വചനം കേൾക്കുന്ന നമുക്ക് വിശുദ്ധ കുർബാനയുടെ ആ ശക്തി കൂടി നിറയുമ്പോൾ ഇതാ മുൻപിൽ, ജലരാശികളുടെ മുമ്പിൽ, വലിയ മരങ്ങളുടെ മുമ്പിൽ, ശത്രുക്കളുടെ മുമ്പിൽ, അഗ്നിജ്വാലകളുടെ മുമ്പിൽ എല്ലാം നമുക്ക് നേരെ നിൽക്കാൻ വേണ്ടി പറ്റും. കാരണം നമ്മളെ ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനമുണ്ട്. നമ്മളെ ബലപ്പെടുത്തി മുന്നോട്ട് നയിക്കുന്ന അവിടുത്തെ ശരീരരക്തങ്ങൾ നമ്മൾ സ്വീകരിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. 10ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കർത്താവ് ജലസഞ്ചയത്തിന് മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു, അവിടുന്ന് എന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു. എന്നുവെച്ചാൽ ഈ കർത്താവിൻ്റെ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ നീയും ഞാനും, നമ്മുടെ മേൽ അധികാരം ഒരാൾക്കാണ്. ആർക്ക്? ഈശോയ്ക്ക്. കർത്താവിൻ്റെ സ്വരം കേൾക്കുന്ന മക്കളെ കർത്താവ് തന്നെ അധികാരം ഏറ്റെടുത്ത് ഹീസ് ഇൻചാർജ്, അവൻ നയിച്ചോളും. ഭയപ്പെടരുതെന്ന് പറയാണ്. വചനം കേൾക്കുന്ന ഒരാൾ, ബലിയർപ്പിക്കുന്ന ഒരാൾ ഭയപ്പെടേണ്ടതില്ല. കാരണം നിന്റെ ഇൻചാർജ് ആരാണ്? നീ കേട്ട, നീ ആരാധിച്ച, നീ സ്വീകരിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന ഈശോയാണ് രാജാവ്. അവൻ ഇൻ ദ കിങ്ലി പവർ സിംഹാസനം ഇട്ട് വാഴുന്ന ഒരു ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ഭയപ്പെടേണ്ടതില്ലെന്ന്. അവസാനത്തെ വാക്യം ഒരു അനുഗ്രഹത്തിൻ്റെ വാക്യമാണ്. കർത്താവ് തൻ്റെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ, അവിടുന്ന് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അടുത്ത് വീട്ടിൽ, ഇപ്പോൾ എവിടെ, ഹോസ്റ്റലിൽ നിന്നാണോ, വീട്ടിലാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്തിരുന്നാണ് ഇത് കേൾക്കുന്നെങ്കിലും നിങ്ങളുടെ അടുത്ത് ഒരാളുണ്ടെങ്കിൽ ജസ്റ്റ് അയാളുടെ കയ്യിൽ നിന്ന് പിടിക്കാമോ? അടുത്ത ആരും ഇല്ലെങ്കിൽ
നെഞ്ചിൽ കൈവച്ചോ അല്ലെ തലയൊക്കെ വെച്ചിട്ട് നിങ്ങൾ തന്നെ ബ്ലസ് ചെയ്തോ. കർത്താവ് തൻ്റെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ. അവിടെ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. അടുത്ത കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ ഇപ്പം തന്നെ അവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നിനക്ക് ശക്തി പ്രദാനം ചെയ്യട്ടെ. അവിടുന്ന് നിന്നെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിത പങ്കാളിയുടെ കയ്യിൽ പിടിച്ച് പറ, കൂട്ടുകാരുടെ കയ്യിൽ പിടിച്ച് പറ. അടുത്താരും ഇല്ലെങ്കിൽ അവർക്ക് ഈ വചനം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സങ്കീർത്തനം 29:11 കർത്താവ് നിനക്ക് ശക്തി പ്രദാനം ചെയ്യട്ടെ. അവിടുന്ന് നിന്നെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ ഒരു അനുഗ്രഹം തന്ന് ഇത് പൂർത്തിയാക്കാണ്. ഈ വചനം നിങ്ങൾക്ക് ഭയങ്കര ഒരു പവറാവട്ടെ. ഇന്ന് രാത്രി കിടന്നുറങ്ങി നാളെ കൂടുതൽ ശക്തിയോടെ ഉണർന്ന് എഴുന്നേറ്റ് നാളെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പ്രവൃത്തി ഏറ്റവും അനുഗ്രഹമായി തീരാൻ വേണ്ടി സങ്കീർത്തനം 29:11 വചനത്തിൻ്റെ അഭിഷേകം നിങ്ങളിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിനക്ക് ശക്തി പ്രദാനം ചെയ്യട്ടെ. അവിടുന്ന് സമാധാനം നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പഠിക്കണം കേട്ടോ 29 സങ്കീർത്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.